കയറ്റുമതിയിൽ 30 ഇരട്ടിയുടെ കുതിപ്പുമായി ഇന്ത്യയുടെ പ്രതിരോധ രംഗം ലോകത്തെ ഞെട്ടിക്കുകയാണ്. 90-ലേറെ രാജ്യങ്ങളിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ പ്രതിരോധ വിപണിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം അമേരിക്കയാണ്. 2024-25 സാമ്പത്തിക വർഷത്തിലെ ആദ്യ പാദത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 78% വർധനവ് നേടാനും ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിന് സാധിച്ചു. 2025 ആകുമ്പോഴേക്കും 1.75 ലക്ഷം കോടി വിൽപ്പന നേടുകയെന്ന വലിയ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിലാണ് നമ്മുടെ പ്രതിരോധ നിർമ്മാണ മേഖല. രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ കമ്പനികൾ പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം, ഇസ്രായേൽ ഹമാസ് ഹിസ്ബുള്ള സംഘർഷം എന്നിങ്ങനെ പ്രതിസന്ധികൾ പല രാജ്യങ്ങളെയും പ്രതിരോധം കൂടുതൽ ശക്തമാക്കാൻ പ്രേരിപ്പിക്കുകയാണ്. 2024-25 സാമ്പത്തിക വർഷത്തെ ആദ്യ പാദത്തിൽ മാത്രം ഇന്ത്യൻ പ്രതിരോധ വ്യവസായങ്ങൾ 6,915 കോടി രൂപയാണ് നേടിയത്. ഇത് മുൻവർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 78% കൂടുതലാണ്. പ്രതിരോധ വ്യവസായങ്ങൾക്കുള്ള ലൈസൻസുകളും മറ്റും അതിവേഗത്തിൽ അനുമതി നൽകുന്നതടക്കമുള്ള കേന്ദ്ര സർക്കാർ പിന്തുണയും ഈ നേട്ടത്തിലെത്താൻ സഹായകരമായിട്ടുണ്ട്. 5 വർഷം കൊണ്ട് 35,000 കോടി രൂപയുടെ പ്രതിരോധ കയറ്റുമതിയിൽ എത്തുമെന്ന് 2020 കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. 2023-24 വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി 21,083 കോടി രൂപയിൽ എത്തിയിട്ടുണ്ട്. 2022-23 വർഷത്തെ അപേക്ഷിച്ച് 32.5% കൂടുതലാണ് ഇത്. ഇന്ത്യയിൽ നിന്നുള്ള പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരൻ അമേരിക്കയാണെന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയുടെ ആകെ പ്രതിരോധ കയറ്റുമതിയുടെ 50%-ഓളം അമേരിക്കയിലേക്കാണ്. അമേരിക്കൻ പ്രതിരോധ കമ്പനികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കരാറുകൾ നൽകുമ്പോൾ അതിൽ മിക്കതും ഇന്ത്യൻ കമ്പനികൾ നേടുന്നതും ഈ മുന്നേറ്റത്തെ സഹായിച്ചിട്ടുണ്ട്. ബോയിങ്ങും ലോക്ഹീൽഡ് മാർട്ടിനുമാണ് ഇക്കാര്യത്തിൽ ഇന്ത്യൻ കമ്പനികൾക്ക് പ്രതിരോധ കരാറുകൾ നൽകുന്നതിൽ മുന്നിലുള്ളത്. ടാറ്റ ഗ്രൂപ്പുമായും ടാറ്റ ബോയിങ് എയറോസ്പേസ് ലിമിറ്റഡുമായും ബോയിങ് സഹകരിക്കുന്നുണ്ട്. ബോയിങ്ങിന്റെ AH-64 അപ്പാഷെ ഹെലികോപ്റ്ററുകൾക്ക് വേണ്ട എയറോ സ്ട്രക്ചറുകൾ നിർമ്മിക്കുന്നത് ഹൈദരാബാദിലാണ്. 200 അപ്പാഷെ ഹെലികോപ്റ്ററിന്റെ ചട്ടക്കൂടുകളും നിർമ്മിച്ചു നൽകിയതും ഇതേ ഇന്ത്യൻ കമ്പനികൾ ആണ്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡുമായാണ് ലോക്ഹീൽഡ് മാർട്ടിന് പങ്കാളിത്തമുള്ളത്. C-130J യാത്രാവിമാനത്തിന്റെ 200 വാലറ്റങ്ങളാണ് ഇവിടെ നിർമ്മിച്ചത്. S-92 ഹെലികോപ്റ്ററുകളുടെ 187 ക്യാബിനുകളും ഇവിടെ നിന്ന് നിർമ്മിച്ച് കയറ്റി അയച്ചു. വെടിക്കോപ്പുകളും തോക്കുകളും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും തുടങ്ങി കപ്പലുകളെ തകർക്കുന്ന ലൈറ്റ് വെയ്റ്റ് ടോർപിഡോകളും ഡ്രോണുകളും പടക്കപ്പലുകളും വരെ ഇന്ത്യയിൽ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്നുണ്ട്. ബംഗളൂരു ആസ്ഥാനമായുള്ള ഇൻഡോ IIM എന്ന സ്വകാര്യ കമ്പനി മെറ്റൽ ഇഞ്ചക്ഷൻ മോൾഡിംഗിൽ വൻ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. 50-ലേറെ രാജ്യങ്ങളിലേക്ക് ഇൻഡോ MIM ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നുണ്ട്. പൊതുമേഖലയിലെ മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡ് 1,726 കോടി രൂപയുടെ കയറ്റുമതി നേടുകയും ചെയ്തിട്ടുണ്ട്. ബ്രഹ്മോസ് മിസൈൽ ഫിലിപ്പീൻസിലേക്കും വ്യോമ പ്രതിരോധ സംവിധാനം അർമേനിയയിലേക്കും അടക്കം കയറ്റുമതി ചെയ്യാനുള്ള കരാറുകളും ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ കരുത്തറിയിക്കുന്നു. ഇന്ത്യൻ കമ്പനികളിൽ നിന്നും പരമ്പരാഗതമായി ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന മ്യാൻമാർ പോലുള്ള വിപണികളും പിന്തുണ തുടരുകയാണ്. ഇസ്രായേൽ, അർമേനിയ, അമേരിക്ക പോലുള്ള വിപണികളിലേക്കുള്ള കയറ്റുമതിയും വലിയ തോതിൽ ഗുണം ചെയ്യുന്നു. ചെറുകിട ആയുധങ്ങളും ഡ്രോണിന്റെ ഭാഗങ്ങളും സൈഡ് സിസ്റ്റങ്ങളുമാണ് ഇസ്രായേൽ ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.